ആൻഫീൽഡിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ പോരാട്ടം, എല്ലാവരും കാത്തിരുന്ന പോരാട്ടത്തിൽ ലിവർപൂൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. സിറ്റിയുടെ ഒരു ഫോം നമുക്കറിയാം, വളരെ ഒരു ലോ ഫോമിലൂടെയാണ് സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്, തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു സമനില കിട്ടിയാൽ പോലും അതൊരു വലിയ കാര്യമായിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം കഴിഞ്ഞ സീസണുകളിലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ലിവർപൂൾ ആണെങ്കിൽ മനോഹരമായി കളിക്കുന്നു, തകർപ്പൻ ഫോമിൽ കളിക്കുന്നു. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലും പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നു, പ്രീമിയർ ലീഗിലും പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നു, തോൽവി അറിയാതെയൊക്കെ മുന്നേറുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ആൻഫീൽഡിൽ പോയി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു വിജയം നേടാൻ സാധിക്കും ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു മത്സരം. തുടക്കത്തിൽ തന്നെ ലിവർപൂളിന്റെ അറ്റാക്ക് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സിറ്റി ശരിക്കും ഡിഫൻസിൽ ഒതുങ്ങുന്ന ലൈനിലായിരുന്നു സിറ്റിയുടെ ഒരു ഗെയിം. കാരണം ലിവർപൂളിന്റെ തുടരെയുള്ള അറ്റാക്കുകളായിരുന്നു അവരുടെ ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് അറ്റാക്ക് ഉണ്ടല്ലോ, ഒരു ലോങ് ബോളുകൾ ഉപയോഗിച്ചുള്ള അവരുടെ ഫാസ്റ്റ് അറ്റാക്കുകൾ, അത് തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ അവർ 12-ാം മിനിറ്റിൽ തന്നെ അവർ സ്കോറും ചെയ്തു. സലയുടെ ഒരു തകർപ്പൻ പാസ്, ഗക്പോയുടെ ഒരു ഫിനിഷ്, അങ്ങനെ ആ ഒരു ഗോള് വീണിട്ടും നിരവധി അവസരങ്ങൾ ലിവർപൂളിൽ ഉണ്ടായിരുന്നു. സലയ്ക്ക് തന്നെ 2-3 അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഗോളാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒർട്ടാഗയുടെ സേവുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ സിറ്റി ഡിഫൻസ് പരമാവധി ശ്രമിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ സിറ്റിയെ സംബന്ധിച്ച് സിറ്റി ശരിക്കും ബാക്കിൽ സിറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ തന്നെയായിരുന്നു. കാരണം കാര്യമായിട്ടൊന്നും സിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കളി കുറച്ചൊക്കെ ഒന്ന് മാറി. 1-0 നിൽക്കുമ്പോൾ വീണ്ടും സിറ്റി ഫസ്റ്റ് ഹാഫിൽ ഗോളുകളൊന്നും വഴങ്ങാതെ നിന്നതോടുകൂടി സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു തിരിച്ചു വരുവാനുള്ള ശ്രമങ്ങളൊക്കെ സിറ്റി നടത്തി. പിന്നെ ഡോക്കും ഒക്കെ വന്നതിന് ശേഷം കളി കുറച്ചും കൂടി ഒന്നുകൂടെ ഒന്ന് ചൂട് പിടിച്ചു. സിറ്റിയും കുറച്ച് നീക്കങ്ങളൊക്കെ നടത്തി, പക്ഷെ ഒന്നും ക്ലിനിക്കലായിരുന്നില്ല എന്നതാണ് പ്രശ്നം. കാരണം സിറ്റിയുടെ ഒരു പ്രോബ്ലം അത് തന്നെയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് പലപ്പോഴും നമ്മൾ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾ പറയുന്നു, മിഡ്ഫീൽഡിലെ പ്രോബ്ലം ഉണ്ട്, ഡിഫൻസിലെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അറ്റാക്കിംഗ് നിരയുടെ മൂർച്ചയില്ലായ്മ തന്നെയാണ്. ഹാലൻഡിനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. ബെർണാഡോ സിൽവയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല, ഫിൽഫോർഡിന് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല, ഡോക്കുവിന് പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. ന്യൂനിയസിനെ ഇറക്കി നോക്കി, അതും റിസൾട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സിറ്റി ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം മുന്നേറ്റ നിരയിൽ വേണ്ടത്ര രീതിയിൽ പഴയൊരു തളാത്മകമായുള്ള രീതിയിലുള്ള ഒരു അറ്റാക്കുകൾ നടത്താൻ സിറ്റിക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഹാലൻഡിനെ ആണെങ്കിൽ വിർജിൽ വാൻ ഡൈക്ക് മനോഹരമായി പൂട്ടി. അപ്പോൾ പിന്നെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു സിറ്റുവേഷൻ. പിന്നെ ലിവർപൂൾ അവസാനം വീണ്ടും ഒരു ഗോൾ നേടി. ഒർട്ടാഗയുടെ ഒരു ഫൗള് ഒർട്ടാഗ വഴങ്ങുന്നു, അതിനുശേഷം അത് പെനാൽറ്റി ആവുന്നു. സല കഴിഞ്ഞ തവണ ചാമ്പ്യൻസ് ലീഗിൽ പെനാൽറ്റി മിസ്സാക്കിയെങ്കിൽ ഇത് വളരെ മനോഹരമായി തന്നെ അദ്ദേഹം സ്കോർ ചെയ്തു. അങ്ങനെ 2-0 വിജയം ലിവർപൂൾ നേടിയിരിക്കുന്നത്. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലിവർപൂൾ ഇപ്പോൾ 34 പോയിന്റുമായിട്ടാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആർസണലുമായി 9 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. ചെൽസിക്കും 25 പോയിന്റാണ്, ആർസണലിനും 25 പോയിന്റാണ്. ഇപ്പോൾ സിറ്റിയുമായിട്ടുള്ള ഡിഫറൻസ് 11 ലിവർപൂളിൻ്റേത്. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് ഇതൊരു ഡ്രീം റൺ തന്നെയാണ്. അവർ ആ ഒരു കൺസിസ്റ്റൻസിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ലിവർപൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാരണം ഡിഫൻസ് ആണെങ്കിൽ വളരെ കട്ട ഡിഫൻസ് തന്നെയായിരുന്നു അവരുടേത്. മിഡ്ഫീൽഡിൽ ക്രിയേറ്റിവിറ്റി വരുന്നു, കറക്റ്റായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു, അവരുടെ പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കുകൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ അപ് ടു ദ മാർക്ക് തന്നെയായിരുന്നു. സിറ്റിയെ സംബന്ധിച്ച് സിറ്റിക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സിറ്റി ഫാൻസ് കുറച്ചൊക്കെ, അല്ലെങ്കിൽ സിറ്റി ടീമാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് അവർക്കൊരു ആശ്വാസമാണെന്ന് തോന്നുന്നു. കാരണം ഒരു വലിയ പരാജയം ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ സിറ്റിയുടെ മൊറയിൽ പൂർണ്ണമായി നശിക്കുമായിരുന്നു. പക്ഷേ അതില്ല. 2-0 ഒരു തോൽവി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ സിറ്റി ടോട്ടൻഹാമിനോട് പ്രീമിയർ ലീഗിൽ 4-0 പരാജയപ്പെട്ടത്. അപ്പം തുടർച്ചയായിട്ട് 4 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സിറ്റി പിടിച്ചു നിന്നു എന്ന് പറയേണ്ടി വരും. അപ്പം ഗാർഡിയോള തന്നെ അത് പറഞ്ഞു. കാരണം ഞങ്ങൾ റീസ്റ്റാർട്ടിനുള്ള സമയമായി, ഞങ്ങൾ പരമാവധി ശ്രമിച്ച് തിരിച്ചു വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കെവിൻ ഡി ബ്രൂയിനെ ആണെങ്കിൽ ഒരു പൂർണ്ണ തോതിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പഴയ ഒരു പ്രഭാവത്തിലേക്ക് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. റോഡറി ഇല്ലാത്തത് ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, അതൊരു ക്ലീശയായി മാറി. പിന്നെ അതുകൂടാതെ തന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം കൊവാസിച്ച് ഇല്ല. അപ്പോൾ കൊവാസിച്ച് ആണെങ്കിൽ പോലും കുറച്ചൊക്കെ ഒന്ന് കവറപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു പ്ലെയർ ആയിരുന്നു മിഡ്ഫീൽഡിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവമൊക്കെ വലിയ പ്രോബ്ലമായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായുള്ള നീക്കങ്ങൾ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വേണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ആ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റലാണ്. സിറ്റിയുടെ ഒരു ഗെയിം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ റോഡറിയുടെ ഒരു പകരക്കാരനായിട്ട് താൽക്കാലികമെങ്കിലും ആരെങ്കിലും കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ സിറ്റിയുടെ കാര്യം പോക്ക് തന്നെയായിരിക്കും. കാരണം നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു തിരിച്ചോരോ സിറ്റിക്ക് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പം 5-ാം സ്ഥാനത്തേക്ക് പോയിന്റ് ടേബിളിൽ വീണിരിക്കുകയാണ് സിറ്റി. കുറേ കാലത്തിന് ശേഷമാണ് സിറ്റി 5-ാം സ്ഥാനത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു സിറ്റുവേഷൻ ഈ ലിവർപൂൾ സിറ്റി മത്സരത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്.